അസ്സലാമലൈക്കും. അപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അരിഞ്ഞ് ഒക്കെ വൃത്തിയാക്കി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അത് കൂടെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് വെക്കുന്നത്. അതിന് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ഒഴിക്കണുള്ളൂ. ഞാൻ തേങ്ങയൊന്നും ഇടാതെയാണ്, തേങ്ങയൊന്നും അരക്കാതെയാണ് വെക്കുന്നത്. ഒരു എളുപ്പമുള്ള ചക്കക്കൂട്ടാൻ. ഒരു അടുപ്പത്ത് വെച്ച് ഒരു 3-4 വിസിലിൽ നമുക്കത് ഓഫാക്കി എടുക്കാം. ഇവിടെ ചോറൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചക്കക്കൂട്ടാൻ ഓഫാക്കാനായിട്ടുണ്ട്. ഇന്നലെ വെച്ച രസം ആണ് കേട്ടോ. അത് കുറച്ച് കട്ടി കൂടുതലായി, അതാണ് ആ കാണുന്നത്. നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കറിയിട്ടൊന്നുമില്ല. ഒരു കുറച്ച് കറിവേപ്പില, മുളക്, കടുക്, ഇത്രയേ ഉള്ളൂ. ഇതിട്ടിട്ട് വറുത്തെടുക്കുക. നമ്മൾ ചക്കക്കൂട്ടാനും ഇട്ടാൽ നല്ലോണം മിക്സാക്കി ഉടച്ചിട്ട് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പില്ലേ നോക്കുക. കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു കേട്ടോ. അത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് പാകമാക്കി എടുത്തു. അപ്പോൾ ഇത് നമ്മളെ ചക്കക്കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങ ഇല്ലാതെയാണ് ഞാൻ അധികം വെക്കൽ കേട്ടോ.